സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വാപ്പയാവണമെന്നുള്ള ചിന്ത എപ്പോഴും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഇടക്കിടക്ക് പറയും. അത് ശരിയാണ്. ഞാനിപ്പോൾ ഈ കുട്ടികളൊപ്പം കൊത്തിക്കല്ലാടലും അതായത് ആ ഒരു മെന്റാലിറ്റിയാണ്. അതായത് ഇവള് പറയുന്നുണ്ട് നിങ്ങൾ അടുത്ത മാസം വാപ്പയാവാൻ പോണേ. എന്ത് വാപ്പ? ഇദ്ദേഹമാണോ പറഞ്ഞത് ഞാൻ കുടുംബത്തെ ഓൾറെഡി വെച്ചോളാണെന്ന് പിള്ളേരായിട്ട് കല്യാണിക്കാൻ അല്ല അത് അവർക്ക് ഇപ്പോഴും കളിക്കുട്ടിയാ. അവനൊരു അവരിപ്പോ പോവും. ഓക്കെ. അപ്പം നമുക്ക് ആൺകുട്ടി വേണം പെൺകുട്ടി വേണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? അല്ലെങ്കിൽ ഇടാൻ വെച്ച പേര് അങ്ങനെയൊക്കെ മൈൻഡിലുണ്ടോ? എന്ത് കുട്ടിയാണെങ്കിലും കേടില്ലാതെ വന്നാൽ മതി, അതൊരാഗ്രഹമുണ്ട്. പിന്നെ സ്വഭാവം ഇവിടെ മാറി ആവായിരുന്നു. രണ്ടാളെ സഹിക്കേണ്ടത്. അതെന്താ ചേച്ചിയുടെ ഞാൻ വെറുതെ നല്ല സ്വഭാവം അല്ലേ? പാവാന്ന് തോന്നണു. അധികം ഒന്നും മിണ്ടുന്നില്ല. അതന്നെ നമ്മൾ ഈ 10 മിനിറ്റിലെ വീഡിയോ അല്ലല്ലോ ജീവിതം. ഈ ആളുകളൊക്കെ വിചാരിക്കും 10 മിനിറ്റിലെ വീഡിയോ ആണ്, നല്ല കുട്ടിയാണ്, ആളോടൊന്നും പറയില്ല. ആ വീഡിയോ ഓഫായി കഴിഞ്ഞാ അവിടെ ഞങ്ങള് വരാറായില്ലേ, വാതിൽ തുറക്കൂല, അടിച്ചിടൂ. 2 മണിക്ക് 3 മണിക്കോ കയറിയെന്ന് അങ്ങനെ ഉണ്ടാവും. അത് ശരി. അപ്പൊ നമ്മള് ആലോചന കൊടുക്കണ കാര്യമില്ല. നമ്മള് ജോലിക്കല്ലേ പോകുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല. 2 മണി 3 മണി ഉറങ്ങണ്ടേ? പാവത്തിന് പ്രഗ്നന്റ് അല്ലേ? അപ്പൊ നോക്കണ്ടേ? ഇവരിടയിൽ എങ്ങനെയുണ്ട് ഈ ഒരു ജീവിതം? ഇതിന്റെ മൂത്ത സിസ്റ്റർ. അറിയാം. അതെ. ഇവിടെ എന്തായാലും ഇപ്പൊ കല്യാണത്തിനായിട്ട് വന്നെടുക്കാം. നമുക്ക് ഇതിന്റെ ഇടയിലത്തെ ഒന്നും അറിയില്ല. കുറച്ച് നിൽക്കും, കുറച്ച് ഇങ്ങനെ വരും. അതായത് ഉമ്മയുടെ ഇപ്പൊ 3 മക്കളല്ലേ. ഒരു മകളെ എടുക്കാൻ പോയി. ഒരു മകൾ കൊല്ലം, ഒരു മകൾ തമിഴ്നാട്. ലോങ്ങാണ്. ലോകം മൊത്തം ചുറ്റിക്കറങ്ങി. അതായത് ഇവള് ഓൾറെഡി തമിഴ്നാട്ടിലായിരുന്നു കല്യാണം. ഉമ്മ പറഞ്ഞ് ഇനിയുള്ള മകളെങ്കിലും എനിക്ക് എടുത്ത് കെട്ടിക്കണം എന്ന്. അപ്പൊ ഇവൾക്ക് ശരിക്കും 5 മണിക്കൂർ യാത്ര മതി. രണ്ടാമത്തോളം നേരെ 9 മണിക്കൂറായി. യാത്ര ചെയ്തിട്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വന്നു അല്ലേ? അത് സത്യത്തില് അത് ശരിക്കും അത് ഒരു ലവ് മാരേജ് ആയിരുന്നു അല്ലമ്മ. ഞാൻ അതിന് ഭയങ്കരമായിട്ട് എതിർത്തായിരുന്നു. കാരണം ഇവളും ഞാനും അധികം ബോണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മള് പാലക്കാടാണ് നാടുണ്ടായിരുന്നത്. അങ്ങനെ ഇവള് ഉമ്മാടെ വീട്ടിലായിരുന്നു. ഞാനും ഓളാണ് എപ്പോഴും ഉണ്ടാവല്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ചക്കര. അങ്ങനെ ഓളെ എന്ത് കാര്യം എനിക്ക് അറിയാനാണ്. പക്ഷെ ഈ കാര്യം ഇവരെല്ലാം പ്ലാൻ ചെയ്യാ. എന്നോട് അറിഞ്ഞത് നടക്കൂലെന്നറിയാം. ഇവിടെ അതിന്റെ ഇടയില് ഇവിടെ അറിയായിരുന്നു, ബ്രോക്കർ. ഇവള് നിജാസ് സംസാരിക്കും, ഇവള് സംസാരിക്കും, ഉമ്മ സംസാരിക്കും. ഞാൻ സംസാരിക്കില്ല കേട്ടോ. ഞാൻ അവളിന്നോട് സത്യം പറഞ്ഞ ഒരു ചാനലിലോ അവര് പോലും പറയാത്ത കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. കാരണം നമ്മുടെ ലൈഫ് ഞാൻ ഒരിക്കലും ആ കല്യാണത്തിന് അക്സെപ്റ്റ് ആയിരുന്നില്ല. സംഭവം എന്താ വെച്ചാൽ ഒന്നാമത് ഇവള് ലോങ്ങാണ്. പിന്നെ ഉമ്മാക്കും വാപ്പാക്കും ഒന്നും എപ്പോഴും ഓടിയെത്താൻ കഴിയില്ലല്ലോ.